നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സിൻ്റെ പരീക്ഷ നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു. ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഞാനത് ഒരു മണിക്കൂറിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് ആ ട്വിസ്റ്റ് നിങ്ങൾ കേൾക്കുക. നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയാണ്, അതവിടെ നിൽക്കട്ടെ. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് നമ്മൾ 55 ക്വസ്റ്റ്യൻസ്, 150 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, ഒരുപാട് വീഡിയോസ്, ഒരു ദിവസം തന്നെ 6 വീഡിയോ അപ്ലോഡ് ചെയ്തു. യൂട്യൂബിൻ്റെ സഹായം കൊണ്ട് മാത്രമല്ല, 2-3 വീഡിയോ കൂടുതൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അന്നേരം നമ്മളൊരു 10, 25, 30 വീഡിയോസ് ഇട്ടുണ്ടായിരിക്കും. എല്ലാം നിങ്ങൾക്ക് ഉപകരിക്കുന്ന വീഡിയോസാണ്. അന്നേരം നിങ്ങൾ ഇന്ന് ഒരുപാട് പേര്, നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഒരു അധ്യാപകൻ, മാഷെന്ന രീതിയിൽ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ, ഒരു പരീക്ഷ കഴിഞ്ഞതിന് ശേഷം കുഞ്ഞുങ്ങൾ വിളിക്കുന്ന എനിക്ക് എടുക്കാൻ പറ്റില്ല. വാട്സപ്പിൽ നിറയെ മെസ്സേജാണ്, അതിന് ചിലപ്പോൾ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ യൂട്യൂബിനകത്ത് നിങ്ങളിടുന്ന കമൻസുകളെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അത്യാവശ്യം പാതിരാത്രിയിലായിരുന്നു വായിച്ച് നോക്കുന്നൊരു അധ്യാപകനാണ്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കുട്ടികളെല്ലാം 18 മാർക്ക് വേണ്ടവർ എഴുതാൻ പോയിട്ട് 10 45 മാർക്ക് കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഒരു നല്ല ശതമാനം പേര് A+ കിട്ടും, അല്ലെങ്കിൽ A കിട്ടും. എല്ലാവർക്കും A+ മേടിക്കാൻ പറ്റില്ല. പക്ഷേ എല്ലാവരും നന്നായിട്ട് എഴുതി, പ്രതീക്ഷേനപ്പുറം എഴുതി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സന്തോഷമാണ്. നിങ്ങളുടെ കഴിവാണ്. ഞാൻ പഠിപ്പിച്ചത് വന്നു, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നത് വന്നു എന്ന് പറയുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്നുള്ളതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം. മാത്സും കെമിസ്ട്രിയും 100%. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കിയോ, 7-ാം തീയതി മാത്സിനും ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. ആദ്യമേ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇതിനു മുമ്പ് പറയാം. 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അത് ആദ്യമേ പിടിച്ച് തുടങ്ങിക്കണം. 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. മാത്സ് ആയതുകൊണ്ട് ചിലപ്പോൾ 10 15 അഡീഷണൽ ക്വസ്റ്റ്യൻസ് വരും. അത് നിങ്ങൾക്കൊരു ഭാരമൊന്നും ആകത്തില്ല. അതുകൂടെ പഠിച്ചിട്ട് വേണം പോകാൻ. കാരണം നമ്മൾ ചുമ്മാ പറയരുത്, പക്ഷേ ഇത് കൃത്യമായിരിക്കും. ഈ 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കൂട്ടത്തിൽ അടുത്ത ദിവസങ്ങളായിട്ട് വരുന്ന 10-15 ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഫുൾ മാർക്ക്. ഈ ക്വസ്റ്റ്യൻ അതേപോലെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതുപോലെ പെർഫെക്റ്റ് ആയിരിക്കും. അതുപോലെ കെമിസ്ട്രി ആയാലും ബയോളജി ആയാലും എല്ലാ വിഷയങ്ങളും വരും. നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം ഗ്രൂപ്പിൽ ഇതിൻ്റെ സ്ലൈഡുകളും ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഇട്ട് തരും. നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. കെമിസ്ട്രിയുടെ ആണെങ്കിൽ സിമ്പിളായിട്ടുള്ള നോട്ട്സ്, ഫിസിക്സിൻ്റെ വിട്ട് നോട്ട്സ് ഇട്ട് തരും, ക്ലാസ്സുകളും എല്ലാം ഇട്ട് തരും. അന്നേരം പുത്തൻ വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. പുത്തൻ വാട്സപ്പ് ഗ്രൂപ്പും തുടങ്ങുന്നുണ്ട്. കാരണം ഇതുവരെയുള്ള ഗ്രൂപ്പെല്ലാം ഫുള്ളായി. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. മാത്സ് സാധാരണ പോലെ അല്ല. ഫിസിക്സ് നമുക്ക് 2 രീതിയിലുണ്ട്. ഡെറിവേഷൻസും ഉണ്ട്, പഠിക്കാനും ഉണ്ട്, തിയറിയും ഉണ്ട്. മാത്സ് കൂടുതലും 99.9% നമുക്ക് ചെയ്ത് പഠിക്കേണ്ടതാണ്. നമ്മൾ സമയം എടുക്കണം, സമയം എടുത്ത് ചെയ്ത് പഠിക്കണം. കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അന്നേരം നിങ്ങൾ ഈ വീഡിയോ കാണുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോസ് കാണുക, കണ്ട് പഠിക്കുക. നമ്മൾ ഒരുപാട് സമയം കണ്ട് പഠിക്കാൻ വേണ്ടി ഒരുപാട് സമയം എടുക്കരുത്. 5 മണിക്കൂർ 6 മണിക്കൂർ 10 മണിക്കൂർ കണ്ടുപിടിച്ചാൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. സിനിമ കാണുന്ന പോലെ കാണത്തേ ഉള്ളൂ. നമ്മൾ ചെയ്ത് പഠിക്കുന്നതിൻ്റെ മാർഗ്ഗമാണ് നമുക്ക് കിട്ടത്തുള്ളൂ. അത് ആർക്കായാലും, എത്ര നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ചെയ്ത് പഠിക്കണം. കണക്ക് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ ഒരു കാലത്തും മാർക്ക് കിട്ടത്തില്ല. അന്നേരം കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്. അത് നിങ്ങൾ ഓൾറെഡി കുട്ടികൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഗ്രൂപ്പിനകത്തും എല്ലാ കാര്യങ്ങളും ഗ്രൂപ്പിനകത്ത് പക്ക ആക്റ്റീവായിട്ട് നിങ്ങൾക്ക് വന്നിരിക്കും. ഇനിയും ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസിൻ്റെ ഒരു അടിപൊളി ഒരു സംഭവമുണ്ട്. ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് അടങ്ങിയിട്ടുള്ളൊരു ഇക്വേഷൻ കാർഡ് പോലെ സാധനം, അതും എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, എന്നാൽ ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം CS ഒരുപാട് പേര് മെസ്സേജ് അയച്ചു. CS ഇതൊരു വല്ലാത്ത ചതിയായിപ്പോയി എന്നുള്ളത്. ചതിയാണ് CS എന്ന് ഞാൻ പറയും. കാരണം ഇത്രയും നല്ല ടൈം ടേബിളിൽ ഈ 5-ാം തീയതി 1-ാം തീയതി ഫിസിക്സ് കഴിഞ്ഞിട്ട് 5-ാം തീയതി പിന്നെ 7-ാം തീയതി കൊണ്ടുവന്ന് 5-ാം തീയതി CS കമ്പ്യൂട്ടർ സയൻസ് 7-ാം തീയതി മാത്സും കൊണ്ട് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ CS ഒപ്പമാണത്. കാരണം ബയോളജി സയൻസുകാർക്ക് 6 ദിവസമുണ്ട്. പക്ഷേ CS ഈ പറഞ്ഞ പോലെ മാത്സ് പഠിക്കാനായിട്ട് ഒറ്റ ദിവസമേ ഉള്ളൂ. 1.5 ദിവസം എടുത്തു. 1.5 ദിവസമുള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട CSRയോട് എല്ലാം ആദ്യം ഞാനിത് പറയുകയാണ്. നിങ്ങൾക്ക് ടൈം ടേബിളിനകത്തില്ല, പക്ഷേ CSR ടൈം ടേബിളിനകത്ത് ഉള്ളതുപോലെ നിങ്ങൾ എടുക്കുക. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷമുള്ള സമയം മൊത്തവും പഠിക്കുക. നാളെ 2-ാം തീയതി മൊത്തം നിങ്ങൾ എന്ത് പഠിക്കുക? മാത്സ് പഠിക്കുക. മാത്സിൻ്റെ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ നോക്കി പഠിക്കുക. ഒന്നിൽ ഡിഫറൻസിയേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ നല്ലൊരു 10-25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ നാളെ തന്നെ പഠിക്കുക. പിന്നെ നിങ്ങൾ 2 ദിവസം എന്തായാലും വേണം. നിങ്ങൾക്കറിയാം, കമ്പ്യൂട്ടർ സയൻസ് നമുക്ക് മോശമൊന്നുമല്ല, മെയിൻ സബ്ജക്റ്റിലൊന്നാണ്. CS 2 ദിവസം കംപ്ലീറ്റ് പഠിക്കുക. എന്നിട്ട് ആ പരീക്ഷ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റെസ്റ്റ് ഇല്ല, നിങ്ങൾ എന്ത് പഠിക്കണം? ബാക്കി 1.5 ദിവസം ഇരുന്ന് മാത്സ് പഠിച്ചാലേ നമുക്ക് തീരത്തുള്ളൂ. ആ ഒരു സീരിയസ്നെസ് ഇത് CSRക്ക് വേണ്ടിയാണ് ഈ മിനിറ്റ് മുതൽ ഈ മിനിറ്റ് വരെയുള്ള വീഡിയോ, കേട്ടോ. ഇനി ബയോളജി സയൻസുകാരിലേക്ക് വരാം. സ്റ്റഡി ടൈം ടേബിൾ, കിടുക്ക സ്റ്റഡി ടൈം ടേബിൾ. എന്നാൽ ഒരു ചാപ്റ്റർ എത്ര മണിക്കൂർ പഠിക്കണമെന്ന് പെർഫെക്റ്റ് ആയിട്ട് ഇതിനകത്തുണ്ട്.
നിങ്ങൾക്ക് വേറെ എങ്ങും ഇങ്ങനെ കിട്ടത്തില്ല. ഒരു ചാപ്റ്റർ ഇത്ര മണിക്കൂർ പഠിക്കണം. നിങ്ങളുടെ ഏത് സാധനപ്പെട്ടവനും അല്ലെങ്കിൽ ഇതുവരെയും പഠിക്കാൻ തുടങ്ങുന്നവർക്കും ഇതൊക്കെയാണ്. പഠിച്ചു തുടങ്ങിയവർക്ക്, ഇതുവരെയും പഠിക്കാത്തവർക്ക്, നല്ലപോലെ പഠിച്ച് ആർക്ക് വേണമെങ്കിൽ ഈ ടൈം ടേബിൾ ഫോളോ ചെയ്യാം. അതാണ് കാരണം നമ്മളൊരു യൂണിവേഴ്സൽ രീതിയിലാണ്, എല്ലാവരും ഒരുപോലാണ് കാണും. അല്ലാതെ വ്യത്യസ്തയൊന്നും അതിനകത്തില്ല, വേറെ കൃത്യമൊന്നുമില്ല. അതായത് നമുക്ക് തുടങ്ങാം. നാളെ ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാം. പഠിക്കണമെന്നാണെങ്കിൽ പഠിച്ചോണം കേട്ടോ. ചിലരിന്ന് പഠിക്കും, അത് നല്ല കാര്യമാണ്. നാളെ നമുക്കങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. നാളെ 2-ാം തീയതി, ഇന്ന് ഫിസിക്സിൻ്റെ ഒരു ഹാങ് ഓവർ കഴിഞ്ഞ് നാളെ 5 മണിക്ക് എഴുന്നേക്കണം. വേക്കപ്പ് 5:15 മുതൽ 7:15 വരെ ഫിസിക്സിൻ്റെ മാത്സിൻ്റെ ഏറ്റവും പ്രമുഖമായ ഒരു ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, ഇൻ്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ. അതുപോലെ വാസ്റ്റാണ്. അന്നേരം ആദ്യം തുടങ്ങുന്നത് തന്നെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. 7:30 മുതൽ 9 മണി വരെയും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. എന്തുകൊണ്ടാണെന്ന് നിങ്ങളോട് പറഞ്ഞുതരാം. ഇതിനെല്ലാം ഫിസിക്സിൻ്റെ എൻ്റയർലി ഡിഫറൻ്റ് ആണ് സ്റ്റഡി ടൈം ടേബിൾ മാത്സിൻ്റെ. 5:15 മുതൽ 7:15 എന്ന് പറയുമ്പോൾ ഏകദേശം 2 മണിക്കൂറുണ്ട്. 7:30 മുതൽ 9 മണി വരെ എന്ന് പറയുമ്പോൾ ഏകദേശം 1.5 മണിക്കൂർ, ഏകദേശം 3.5 മണിക്കൂറുണ്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയുടെ പ്രോബ്ലംസ് ചെയ്ത് നോക്കാം. നല്ലപോലെ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അതൊരു 15 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് വന്നത്. 9:15 മുതൽ 10 മണി വരെ, നിങ്ങൾ 10 മണി വരെ എന്നുള്ളതാക്കണ്ട. ഓക്കെ, 10 മണി, 10:15 കൂട്ടിക്ക് 1 മണിക്കൂർ. ഇത് നമ്മൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ നോക്കിയേ, ഒരു പ്രത്യേക രീതിയാണ്. 9:15 മുതൽ 10:15 വരെ ഈ ചാപ്റ്റർ ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. കാരണം ഏറ്റവും വെയിറ്റേജ് ഉള്ളൊരു ചാപ്റ്ററാണ്. അതങ്ങ് റിവിഷൻ ചെയ്ത് പക്കയാക്കുക. അങ്ങനെ ഒരു റിവിഷനുണ്ട്. അതായത് ഈ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി നന്നായിട്ട് അങ്ങ് റിവൈസ് ചെയ്യാം. അതിനുശേഷം ചെറിയ ചാപ്റ്ററിലേക്ക് പോകാം. 10:30 മുതൽ 11 മണി വരെ. അതൊരു 11 മണി എന്നുള്ള നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ 11:15 ആക്കാം. 11:15 വരെ ലീനിയർ പ്രോഗ്രാമിങ് 2-3 ക്വസ്റ്റ്യനേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അതിനുശേഷം 11:15 മുതൽ 12:30 വരെ, ഏകദേശം 1.25 മണിക്കൂറോളം ഉണ്ട് 3D. ഓക്കെ, 12:30 മുതൽ 3 മണി വരെ ലഞ്ചും റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉറക്കം. നിങ്ങൾ മൊബൈൽ യൂസ് ചെയ്യാതിരിക്കാൻ പരമാവധി നോക്കുക. പാട്ടൊക്കെ കേൾക്കാം. അത് മൊബൈലിലോട്ട് നിങ്ങളുടെ കണ്ണിന് കുറച്ച് റെസ്റ്റ് കൊടുക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. 3:15 മുതൽ 5:30 വരെ, ഏകദേശം നിങ്ങൾക്കറിയാം 2.25 മണിക്കൂറുണ്ട് മെട്രിസസ്. പിന്നെ 5:45 മുതൽ 6:30 വരെ മെട്രിസസ് ആണ്. 6:30 മുതൽ നിർബന്ധമായിട്ടും ഞാനിത് പറയുന്നതാണ് എൻ്റെ ടൈം ടേബിൾ കേട്ടോ, പ്രെയറാണ്. എന്നിട്ട് നമ്മൾ ഇന്ന് പഠിച്ച ചാപ്റ്ററുകൾ മെട്രിക്സ്, 3D, ലീനിയർ പ്രോഗ്രാമിംഗ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യേറ്റ്, 4 ചാപ്റ്ററാണ്. അത്രയും ചാപ്റ്ററുകൾ നിങ്ങൾ റിവിഷൻ ചെയ്തിട്ട് വേണം കിടക്കാൻ. ഒരു 7 മണി മുതൽ 11 മണി വരെ. അതിനിടെ നമുക്ക് ഡിന്നറുണ്ട് കേട്ടോ, അത് ഓർത്തോണം. എന്തായാലും ഇത് റിവൈസ് ചെയ്ത് കിടക്കുമ്പോൾ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആദ്യത്തെ ദിവസം തന്നെ കിട്ടും. 4 ചാപ്റ്റർ തീർന്നു, അതിന് നല്ലപോലെ റിവിഷൻ ചെയ്തു. ഇങ്ങനെ വേണം മാത്സ് പഠിക്കാൻ. അല്ലാതെ നമ്മൾ ഒരു ചാപ്റ്റർ പഠിച്ചു, 2 ചാപ്റ്റർ പഠിച്ചു, അടുത്ത പഠിച്ചു, പിന്നെ നമ്മൾ പക്ഷേ ഓർത്തിരിക്കാൻ പറ്റണം കേട്ടോ. അന്നേരം അതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഗ്രൂപ്പിനകത്തും ഞാൻ പറഞ്ഞോളാം. കൃത്യമായിട്ട് വീഡിയോസിനകത്തും കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി അടുത്ത 3-ാം തീയതി 5 മണിക്ക് വേക്കപ്പ്. 5:15 മുതൽ 7:30 വരെ ഇൻ്റഗ്രൽസ്, ഏറ്റവും വലിയ ചാപ്റ്റർ എന്ന് പറയുന്നതാണ്. നമ്മളൊരു 2.25 മണിക്കൂർ ഇട്ടിട്ടുണ്ട്. 7:45 മുതൽ 9 മണി വരെ, അവിടെ ഒരു 1.25 മണിക്കൂറുണ്ട്. ഏകദേശം ഒരു 4 മണിക്കൂറിനടുത്തുണ്ട്. ധാരാളം മതി ഇൻ്റഗ്രൽസ്. കാരണം പിന്നെ നമുക്കൊരു ട്വിസ്റ്റ് ഉണ്ട്. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ 9:30 മുതൽ 11 മണി വരെ 1.5 മണിക്കൂർ ഈ ഇൻ്റഗ്രൽസ് റിവിഷൻ നടത്താം. അന്നേരം നിങ്ങൾ പക്കയാണ്. ഇൻ്റഗ്രൽസ് ആദ്യം മുതൽ പഠിക്കുന്നവർക്ക് പോലും പക്കയായിട്ട് തീർക്കാം. പിന്നെ 11:15 മുതൽ 12 മണി വരെ 3/4 മണിക്കൂർ ധാരാളം ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ. നമ്മുടെ വീഡിയോ വരുമ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ മാത്രം പഠിച്ചുകൊണ്ട് മതി, അത് ഫുൾ മാർക്കാണ് കേട്ടോ. അത്രയേ ഉള്ളൂ, ആ രീതിക്കുള്ള വീഡിയോ ആണ്. പിന്നെ 12:15 മുതൽ 1 മണി വരെ വെക്റ്റർ ഓൾജിബ്ര. അവിടെ നമുക്ക് ഏകദേശം 3/4 മണിക്കൂർ മതി വെക്റ്റർ ഓൾജിബ്രയ്ക്ക്. നിങ്ങൾക്ക് ഏതെങ്കിലും സമയം ഉണ്ടെങ്കിൽ ലാസ്റ്റ് റിവിഷൻ്റെ സമയത്ത് അതങ്ങ് കൂടുതൽ എടുത്താൽ മതി. 1 മണി മുതൽ 3 മണി വരെ ലഞ്ച്, റെസ്റ്റ്. 3:15 മുതൽ 5:15 വരെയും 5:15 മുതൽ 6 വരെയും നല്ലപോലെ സമയമുണ്ട് രണ്ടും. പിന്നെ ഏകദേശം 3.5 മണിക്കൂറുണ്ട് ഡിറ്റർമിനൻസ് പഠിക്കാൻ. അതിനുശേഷം 6:30 മുതൽ 7 മണി വരെ നിർബന്ധമായിട്ടും പ്രെയർ. 7 മണി മുതൽ 11 മണി വരെ ഇന്ന് പഠിച്ച എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ, വെക്റ്റർ ആൾജിബ്ര, ഡിറ്റർമിനൻസ്, ഈ 4 ചാപ്റ്റർ റിവിഷൻ ചെയ്യാം. അതിൻ്റെ കൂട്ടത്തിൽ ഡിന്നർ കഴിക്കാൻ അത് മറക്കത്തില്ല എന്നെനിക്ക് അറിയാം. ഓക്കെ, ഇനി 4-ാം തീയതി 5 മണി വേക്കപ്പ്. 5:15 മുതൽ
7:30 വരെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അത്രയും സമയം ധാരാളം മതി റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ തീരാൻ. 7:45 മുതൽ 9 മണി വരെ പ്രോബബിലിറ്റി. 9 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ്. അവിടെയും 9:30 മുതൽ 11:30 വരെ 2 മണിക്കൂർ നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാം റിലേഷൻസ് ആൻഡ് ഫങ്ഷനും പ്രോബബിലിറ്റി. ഈ രീതിയിൽ തന്നെ പോയാൽ വളരെ ഈസിയാണ്, ടെൻഷൻ വരത്തില്ല. 11:45 മുതൽ 1:15 വരെ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്. അത് കഴിഞ്ഞിട്ട് സമയത്ത് 1:15 മുതൽ 3 മണി വരെ ലഞ്ച് ആൻഡ് റെസ്റ്റ് ആണ്. 3:15 മുതൽ 5 മണി വരെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. അവിടെ നിങ്ങൾക്ക് ഒരു 2.5 മണിക്കൂർ കിട്ടുന്നുണ്ട്. 5:30 മുതൽ 6 വരെ ഒരു 3.5 മണിക്കൂറോളം കിട്ടുന്നുണ്ട് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. 6 മുതൽ 7 മണി വരെ പ്രെയർ. 7:15 മുതൽ 8:30 വരെ 1.5 മണിക്കൂർ മതി ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്. 8:30 മുതൽ 11 മണി വരെ റിവിഷൻ. ഇനി നമുക്കിതിനകത്ത് ഏതെങ്കിലും ചാപ്റ്റർ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ അതിന് റിവിഷൻ്റെ സമയത്ത് പരിഹരിച്ച് നോക്കണം. 5-ാം തീയതി 6-ാം തീയതി പൂർണ്ണമായിട്ടും എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് നമ്മൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ ഈ 50 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാനുള്ള 2 ദിവസങ്ങളാക്കി മാറ്റണം. 5-ാം തീയതി 6-ാം തീയതി 2 ദിവസം അടിപൊളിയായിട്ട് അങ്ങനെ പൂർണ്ണമായും റിവിഷൻ പഠിച്ചതിന് ശേഷം. പക്ഷേ കമ്പ്യൂട്ടർ സയൻസുകാർ ഈ 1.5 ദിവസം, അതായത് 5-ാം തീയതി അവർക്ക് പരീക്ഷയാണ്, അന്ന് ഉച്ചയ്ക്ക് വന്നതിന് ശേഷം നിങ്ങൾ ചത്ത് കിടന്ന് പഠിക്കണം 1.5 ദിവസം. കാരണം 7-ാം തീയതി നിങ്ങളും പരീക്ഷയ്ക്ക് കൊണ്ടുവരാണ്, പക്ഷേ നിങ്ങൾക്ക് 5-ാം തീയതി പരീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾ 1.5 ദിവസം ഒരു 25 മണിക്കൂർ പഠിച്ചാലും ഓക്കെയാണ്, അതുകൊണ്ട് പഠിച്ചു തീർക്കാം. പക്ഷേ CS-കാർ ഇന്നും നാളെയും നന്നായിട്ട് പഠിക്കുക. 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ നല്ല പോലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഓരോ ചാപ്റ്ററിൻ്റെയും നമ്മൾ വ്യക്തമായിട്ട് ഇന്ന ക്വസ്റ്റ്യൻസ് വരും എന്ന് പറയുന്ന എല്ലാം നിങ്ങൾ വീഡിയോ കണ്ടുപിടിച്ചോണം. മാക്സിമം കണ്ടുപിടിക്കുക, മാക്സിമം കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് റെഡിയാക്കിയിരിക്കുക. കാരണം മസ്റ്റ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള ക്വസ്റ്റ്യൻസാണ് ഇനി വരാൻ പോകുന്നതല്ല. അതുകൊണ്ട് വളരെ 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 ഗംഭീരമായിട്ട് ടൈം ടേബിൾ ഫോളോ ചെയ്യുക. നല്ലൊരു ടൈം ടേബിൾ ആണെന്നാണ് ഒരു അധ്യായം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ഒരു പ്രതിനിധി എന്നുള്ള രീതിയിൽ കുട്ടികളായിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും ഞാൻ ഈ ടൈം ടേബിൾ ആയിരിക്കും ഫോളോ ചെയ്യും. ആ രീതിയിലാണ് ടൈം ടേബിൾ ഇട്ടേക്കുന്നത്. അന്നേരം നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോ 1 മണിക്കൂറിന് ശേഷം വരുന്ന ഒരു വീഡിയോ കാണാൻ മറക്കരുത്. വെരി 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 നിങ്ങൾക്ക് താല്പര്യമുള്ള ഫിസിക്സിൻ്റെ പരീക്ഷയെക്കുറിച്ചൊരു വീഡിയോ. ഓക്കെ, അന്നേരം ബൈ. കിടുകാച്ചിട്ട് പഠിക്കാൻ തുടങ്ങാം. മാത്സിൽ നമുക്ക് ഫുൾ മാർക്ക് പഠിക്കാം, കെമിസ്ട്രിക്ക് അല്ലെങ്കിൽ പോരും കേട്ടോ. അന്നേരം CS-കാർക്ക് ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. തുടങ്ങുക. ഒന്നുകൂടെ ഡിസ്ക്രിപ്ഷനകത്ത് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പും 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഉണ്ട്. പഠിക്കാൻ തുടങ്ങിക്കോളുക. നെവർ എവർ ഗിവ് അപ്പ്.